കൃഷ്ണ ഗുരുവായൂരപ്പ പുറത്രൈശ. സംപൂജ്യനായ അധ്യക്ഷനും എന്നെ സ്വാഗതം പറഞ്ഞ ആരാധ്യനായ ക്ഷേത്ര ഭാരവാഹികൾക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ഈശ്വരാനുഗ്രഹത്താൽ കൈലാസത്തിലേക്കും അമർനാഥിലേക്കും ബദരീനാഥിലേക്കുമെല്ലാം നടന്നുപോയി പ്രദക്ഷിണം വയ്ക്കാൻ ഭാഗ്യം കിട്ടിയതിനു ശേഷം കഴിയുന്നത്രയും സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് പ്രഭാഷണം നടത്താറുള്ളത്. എൻ്റെ ശരീരഭാരം മുട്ടുകൾക്ക് താങ്ങാൻ അല്പം ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് അതുകൊണ്ട് ഇരുന്നുള്ള പ്രഭാഷണത്തിൽ ചിലപ്പോൾ പുറകിലുള്ളവർക്ക് മുഖം കണ്ടു എന്ന് വരില്ല. അത് സാരമില്ല, ശബ്ദം എന്തായാലും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. ഇതൊരു പ്രഭാഷണമല്ല, പ്രസംഗമല്ല, ഒരു പഠന ക്ലാസ്. ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇനിയൊരു 10 ജന്മമുണ്ടെങ്കിൽ ആ 10 ജന്മവും പരമപവിത്രമായ ഭാരതമാതാവിൻ്റെ മടിത്തട്ടില് ഹിന്ദുവായി തന്നെ ജനിക്കാൻ അനുഗ്രഹിക്കണമേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നും. ലോകത്തില് അത്രയും മഹത്വമുള്ള തുറന്ന മനസ്സുള്ള ഏതിനെയും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ വിവരിക്കാൻ കഴിവുള്ള 21ാം നൂറ്റാണ്ടിന്റെ ധർമ്മത്തിന്റെ അവകാശികളാണ് നമ്മൾ. സ്വാമി വിവേകാനന്ദൻ അമേരിക്കൻ പത്രപ്രവർത്തകരോട് പറയുകയുണ്ടായി, 115 വർഷങ്ങൾക്ക് മുമ്പ്, 20ാം നൂറ്റാണ്ട് നിങ്ങൾ അമേരിക്കക്കാരുടേതായിരിക്കും, പക്ഷെ 21ാം നൂറ്റാണ്ട് ഞങ്ങൾ ഭാരതീയരുടേതാണ്. 20th century belongs to you Americans, whereas 21st century belongs to we Indians. ആ സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന വേളയിൽ വളരെ 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 വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, ലോകത്തിലെ 239 രാജ്യങ്ങളിലുള്ള ജനങ്ങളും ലോകത്തിലെ 710 കോടി ജനതയിൽ വായിക്കാനും പഠിക്കാനും ബുദ്ധിശക്തിയുള്ള അല്പമെങ്കിലും ചിന്തിക്കുകയും വിശകലനം ചെയ്യാൻ കഴിവുള്ളവരുമായ ജനത, കുറച്ചു പഠിക്കാൻ ആഗ്രഹമുള്ള ജനത ലോകത്തിൽ ഏത് രാജ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ. ഇപ്പൊ ലോകത്തിൽ ഇന്ന് ഭാരതമെന്ന് പറഞ്ഞാൽ ആത്മീയ തലസ്ഥാനത്തിന്റെ വക്കത്തെത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ കൂടി പറയാം. കാരണം ഭാരതീയ പൈതൃകം പഠിച്ചു പ്രചരിപ്പിക്കുന്നത് ഭാരതീയര് മാത്രമല്ല, ലോകത്തിലെ പണ്ഡിതരും ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും, ലോകത്തിലെ സ്കോളേഴ്സ്, സയന്റിസ്റ്റ് ആൻഡ് തിങ്കേഴ്സ്
3 വിഭാഗത്തിൽപ്പെടുന്ന ജനതയും ഭാരതീയ പൈതൃകത്തെ 2 കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തില് നമ്മളത് പഠിക്കണ്ടേ? നമ്മളത് അറിയണ്ടേ? എന്റെ അച്ഛന്റെയും അമ്മയുടെയും മഹത്വം, എന്റെ കുടുംബത്തിന്റെ മഹത്വം, എന്റെ ധർമ്മത്തിന്റെ മഹത്വം, എന്റെ രാഷ്ട്രത്തിന്റെ മഹത്വം ഞാൻ സ്വയം അറിഞ്ഞില്ല എങ്കിൽ, എനിക്ക് സ്വയം അറിയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, എനിക്ക് അറിയണമെന്ന് ആഗ്രഹമില്ല എങ്കിൽ, നമ്മുടെ നാടിന്റെ മഹത്വം പിന്നെ ആരാ അറിയുക? പിന്നെ ആരാ അറിയിക്കുക? ഇപ്പൊ ആ ഉത്തരവാദിത്വം ലക്ഷക്കണക്കിന് വിദേശികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവരോടൊപ്പമെങ്കിലും നമ്മൾ ഈ പൈതൃകം പഠിപ്പിക്കാനുള്ള മഹായജ്ഞത്തില് പങ്കെടുക്കണം. ഇന്ന് ഇവിടെ വിവരിക്കുന്നത് ഭാരതീയ പൈതൃകവും ശാസ്ത്രവീക്ഷണവും, ഭാരതീയ പൈതൃകത്തിന്റെ ശാസ്ത്രീയമായ വിവരണം. 5 വാക്കുകളാണ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ആ 5 വാക്കുകൾ കുറച്ച് ഭാഗവതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, കുറച്ച് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, കുറേയധികം നമ്മുടെ തത്വശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 5 ലെവലിലുള്ള ഭാരതീയ ഈശ്വര സങ്കല്പം, 5 ലെവലുകളിലുള്ള ഭാരതീയ ഈശ്വര സങ്കല്പവും അതിലെ സയൻസും, ഭാരതീയ ആത്മീയതയിലെ ശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. വെറും ആത്മീയത മാത്രമാണ് ഭാരതീയ തത്വശാസ്ത്രമെന്ന് ധരിച്ചിരിക്കുന്നവർക്കു പോലും ഈ ഭാരതീയ ആത്മീയതയിലെ 5 തട്ടുകള്, 5 ലെവല്, അതൊന്ന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിച്ചാൽ മനസ്സിലാകുന്നവർക്ക് അത്ഭുതം തോന്നും. ഇന്നുവരെ നമ്മുടെ ഈശ്വര സങ്കല്പം ഇത്രയ്ക്കും സയന്റിഫിക് ആണെന്ന് ഒരിടത്ത് നിന്ന് പോലും കേട്ടിട്ടില്ലല്ലോ എന്ന ഒരു തോന്നലും കൂടി ഉണ്ടാവും. ആ 5 ലെവലെന്ന് പറയുന്നത്, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, യഹോവ. മുസ്ലിങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, അല്ലാഹു. ആ ലെവലില് ഉള്ള ഒരു ദൈവസങ്കല്പത്തെ ഒരു വിദ്യാഭ്യാസമില്ലാത്ത കൃഷിക്കാരനും സാധാരണക്കാരനും മനസ്സിലാക്കി പൂജിച്ചുകൊള്ളണം. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും അവരുടെ യഹോവയെയും അല്ലാഹുവിനെയും പഠിച്ചുകൊള്ളണം. ഒരു മനുഷ്യന്റെ അറിവ് ഉയർന്നുയർന്നുയർന്നു വരുമ്പോ, അയാളുടെ ബുദ്ധിശക്തി വളർന്നു വരുമ്പോ, അയാൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൂടിക്കൂടി വരുമ്പോ, അയാൾ ഈ യഹോവയിൽ തന്നെ നിൽക്കണം, അല്ലാഹുവിൽ തന്നെ നിൽക്കണം, അതിനപ്പുറത്ത് പോവാൻ പറ്റില്ല. ഏതുപോലെയാ? LKGയിൽ പഠിക്കുന്നവർക്കും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും MA പഠിക്കുന്നവർക്കും PhD പഠിക്കുന്നവർക്കും ഒറ്റ പുസ്തകമേ ഉള്ളൂ. എങ്ങനെയിരിക്കും അത്? ഒരൊറ്റ പുസ്തകമാണ് LKGക്കാർക്കും PhDക്കാർക്കും. അതിനപ്പുറത്തും ഇല്ല പുസ്തകം, അതിനിപ്പുറത്തും ഇല്ല പുസ്തകം. അപ്പൊ പിന്നെ കുറച്ചുകൂടി ഉയരത്തില് ഗഹനമായി ചിന്തിക്കണമെന്നൊരു ശാസ്ത്രജ്ഞന് തോന്നുകയാണെങ്കിൽ എവിടെയാ പുസ്തകം?
പുസ്തകമില്ല, ഒരൊറ്റ എണ്ണേ ഉള്ളൂ. നമുക്ക് അങ്ങനെയല്ല, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് ഇവിടെ. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള് ആയിരക്കണക്കിന് വിഷയങ്ങളിലുള്ളതാണ്. ആയിരക്കണക്കിന് വിഷയങ്ങളിലുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള് ആയിരക്കണക്കിന് ഋഷീശ്വരന്മാരെഴുതിയതാണ്. അത് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവര് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ക്രിസ്ത്യാനിക്ക് ഒരു ദൈവം ഒരു പുസ്തകം, മുസ്ലിമിന് ഒരു ദൈവം ഒരു പുസ്തകം, മറ്റെല്ലാ മതങ്ങൾക്കും ഒരു ദൈവം ഒരു പുസ്തകം. ഭാരതീയർക്ക് ആയിരക്കണക്കിന് വിഷയങ്ങളില് ആയിരക്കണക്കിന് ആചാര്യന്മാര് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി, അതും കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞു, ഇതില് നിന്റെ ബുദ്ധിശക്തിക്ക് നിരക്കുന്ന പുസ്തകമെടുത്ത് പഠിക്കുക, നിന്റെ ബുദ്ധിശക്തിക്ക് അനുയോജ്യമായിട്ടുള്ളത് എടുത്ത് പഠിക്കുക. നീ LKG ലെവലിലുള്ള വ്യക്തിയാണെങ്കിൽ ആ പുസ്തകം എടുത്ത് പഠിക്കുക. നിനക്ക് PhD ഉണ്ടെങ്കിൽ അതിനനുയോജ്യമായ പുസ്തകങ്ങളും ഇവിടെ ഉണ്ട്, അതനുസരിച്ച് പഠിക്കുക. നിനക്ക് സംഗീതത്തിലാ താല്പര്യമെങ്കിൽ അത് പഠിക്കുക, ആയുർവേദത്തിലാണെങ്കിൽ അത് പഠിക്കുക, സിവിൽ എഞ്ചിനീയറിംഗിലാണെങ്കിൽ തത്വശാസ്ത്രം പഠിക്കുക, എക്കണോമിക്സിലാണെങ്കിൽ അർത്ഥശാസ്ത്രം പഠിക്കുക, നമ്മുടെ യുദ്ധ നിയമങ്ങളാണെങ്കിൽ ധനുർവേദം പഠിക്കുക, ഭാഷാശാസ്ത്രമാണെങ്കിൽ അത് പഠിക്കുക, ജ്യോതിർഗോളങ്ങളെക്കുറിച്ചാണെങ്കിൽ അത് പഠിക്കുക, ആചാരങ്ങളെക്കുറിച്ചാണെങ്കിൽ അത് പഠിക്കുക. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങള് നിങ്ങൾക്കിഷ്ടമുള്ള അത്രയും അഗാധ തലത്തില് പഠിക്കാൻ പഠിപ്പിക്കാൻ സൗകര്യമുള്ള ഒരു ധർമ്മം ലോകത്തില് ഹിന്ദുധർമ്മം മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കുക. യുനെസ്കോ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം വേദം ലോക പൈതൃകമായിട്ട് അംഗീകരിച്ചു. നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു വസ്തുതയാണ്. 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഗ്രന്ഥം ജാതിക്കും മതത്തിനും ഇസത്തിനും പ്രായത്തിനും വർഗവർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്കും അതീതമായി മാനവരാശിക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് വേദത്തെ ലോക പൈതൃകമായിട്ട് വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. ഓർമ്മിക്കുക, ബൈബിള് വേൾഡ് ഹെറിറ്റേജ് അല്ല, ഖുറാൻ വേൾഡ് ഹെറിറ്റേജ് അല്ല, വേദത്തിനെ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് അംഗീകരിച്ചു. ഞാൻ നാസയിൽ പോയിരുന്നു. അമേരിക്കയിലെ റോക്കറ്റ് ലോഞ്ചിങ് ലാബറട്ടറിയില് അവിടത്തെ ശാസ്ത്രജ്ഞന്മാര് വേദമന്ത്രങ്ങൾ കേട്ടുകൊണ്ട് ഗവേഷണം നടത്തുന്നത് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചു. നമ്മുടെ വേദങ്ങള് സവർണരുടേതാണ്, വരേണ്യവർഗത്തിൻ്റെതാണ്, ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെതാണെന്ന് അവഹേളിച്ച വേദം അമേരിക്കയില് പല യൂണിവേഴ്സിറ്റികളിലും പല ഹോസ്പിറ്റലുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും വൈറ്റ് ഹൌസില് അമേരിക്കൻ പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലും അമേരിക്കയിലെ 14 സ്റ്റേറ്റ് അസംബ്ലി, ആ അസംബ്ലിയിലെ സെഷൻസ് ആരംഭിക്കുമ്പോഴും ഭാരതത്തിന്റെ വേദമന്ത്രങ്ങൾ ആലപിച്ചിട്ടാണ് അവരത് ചെയ്തിരുന്നത്. അപ്പൊ അതിപുരാതനമായ ഭാരതീയ പൈതൃകത്തിന്റെ മഹത്വം അത്യാധുനികമായ
ലോകരാഷ്ട്രങ്ങളിലെ ജനങ്ങളും ചിന്തകരും പണ്ഡിതരും രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് നിങ്ങൾ അറിയണം, ഭാരതത്തിന് തുല്യം ഭാരതം മാത്രമേ ഉള്ളൂ. ഹിന്ദുധർമ്മത്തിന് തുല്യം ഹിന്ദുധർമ്മം മാത്രമേ ഉള്ളൂ. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും മതം മാറ്റിയില്ലായിരുന്നെങ്കിൽ കേരളത്തില്, ഭാരതത്തില് ഈ യേശുക്രിസ്തുവിനെയും കുരിശിനെയും ഇങ്ങനെ കച്ചവടം നടത്താൻ പറ്റില്ലായിരുന്നു. ആ കച്ചവട മനോഭാവമാണ് മതപരിവർത്തനത്തിന് കാരണം. ഹിന്ദുധർമ്മത്തെക്കാൾ 1/2% പോലും മഹത്വം പറയാൻ യോഗ്യതയില്ലാത്ത ഒരു മതം പ്രചരിക്കാൻ കാരണം സംഘടിതമായ ശക്തിയും സമ്പത്തിന്റെ ഒഴുക്കും. അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല. അങ്ങനെയുള്ള ഹിന്ദുധർമ്മത്തില് ആചാരങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളതെങ്കിൽ ഒരൊറ്റ വരിയില് പറയാൻ സാധിക്കും, മനസ്സിനെ സ്വാധീനിക്കുന്ന ആചാരങ്ങള്, ശരീരത്തെ സ്വാധീനിക്കുന്ന ആചാരങ്ങള്, കുടുംബ ബന്ധത്തെ ദൃഢമാക്കുന്ന ആചാരങ്ങള്, സാമൂഹികമായ ബന്ധത്തെ ദൃഢമാക്കുന്ന ആചാരങ്ങള്, രാഷ്ട്രത്തിന്റെ ഐക്യത്തെ ദൃഢമാക്കുന്ന ആചാരങ്ങള്. ഈ 5 എണ്ണം ഒന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ ഭാരതീയ ആചാരങ്ങളില് ഒരു ആചാരം പോലും അന്ധവിശ്വാസമാണെന്ന് പറയാൻ ഒരാൾ മുമ്പോട്ട് വരില്ല. അത്രയും ഗംഭീരാണ് ഭാരതീയ ആചാരങ്ങള്. മനസ്സിനെ സ്വാധീനിക്കുന്ന ആചാരങ്ങള് ഓർക്കണം, മൈൻഡ്. ശരീരത്തിനെ സ്വാധീനിക്കുന്ന ആചാരങ്ങള് ബോഡി. കുടുംബത്തെ സ്വാധീനിക്കുന്ന ആചാരങ്ങള് ഫാമിലി. ഇപ്പൊ മൈൻഡ്, ബോഡി, ഫാമിലി. സമൂഹത്തെ സ്വാധീനിക്കുന്ന ആചാരങ്ങള് സൊസൈറ്റി. രാഷ്ട്രത്തെ സ്വാധീനിക്കുന്ന ആചാരങ്ങള് നേഷൻ. ഇങ്ങനെ ആചാരങ്ങളെ ഒന്ന് തിരിച്ചു പഠിച്ചു നോക്കൂ. ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഒരൊറ്റ മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മൈൻഡ്, ബോഡി, ഫാമിലി, സൊസൈറ്റി, നേഷൻ. അടുത്തൊരു വരി കൂടി പറയാം. നമ്മുടെ ഗ്രന്ഥങ്ങള്, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര് ആയിരക്കണക്കിന് വർഷങ്ങളായി എഴുതി നമുക്ക് തന്നു. അതിനെങ്ങനെയാ നമ്മളിന്ന് പഠിക്കാൻ ശ്രമിക്കുക? കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഗ്രന്ഥങ്ങള്, സ്റ്റോറീസിന്റെ അടിസ്ഥാനത്തില് നമ്മളുടെ പൈതൃകം ജീവിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഗ്രന്ഥങ്ങള്. അത് ഏറ്റവും സാധാരണക്കാരന് കഥകളുടെ അടിസ്ഥാനത്തില് ജീവിതം ചിട്ടപ്പെടുത്തുക. 2, കഥകളുടെയും അനുഭവത്തിന്റെയും സന്ദേശത്തിന്റെയും അടിസ്ഥാനത്തില് ജീവിതം ചിട്ടപ്പെടുത്തുക. അതിന്റെ മുകളിലേക്ക് പോയാൽ സന്ദേശങ്ങളുടെയും അനുഭവങ്ങളുടെയും, അവിടെ കഥകളില്ല. ലെവല് കൂടിയപ്പോ കഥകൾ വേണ്ട. അനുഭവങ്ങളുടെയും സന്ദേശങ്ങളുടെയും അടിസ്ഥാനത്തില് വിഷയങ്ങൾ പറഞ്ഞു തരുന്നത്. ഏറ്റവും മുകളിലെത്തിയാൽ, മുകളിലെത്തിയതിന്റെ തൊട്ട് താഴെ എത്തിയാൽ സന്ദേശങ്ങൾ മാത്രം തരുന്ന ഗ്രന്ഥങ്ങള്. അതിന്റെയും മുകളിലേക്ക് നിങ്ങൾക്ക് പോവാൻ പറ്റില്ല. പറ്റിയാൽ പരമമായ സത്യം വിവരിക്കുന്ന ഗ്രന്ഥങ്ങള്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പവഴി എന്താ? സിമ്പിൾ. അടുത്ത പാരഗ്രാഫ് പറയുമ്പോൾ മനസ്സിലാവും. കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഗ്രന്ഥങ്ങള് പുരാണങ്ങൾ. ഇപ്പൊ പുരാണങ്ങൾ എന്താ? കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരിക. അതിന്റെ മുകളിലേക്ക് കയറാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മഹാഭാരതം 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തില്
പുരാണങ്ങളെ പോലെ കഥകളുണ്ട്, അനുഭവങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്. ഒന്നുകൂടി പറയാം. സാധാരണക്കാർക്ക് പുരാണത്തിന്റെ കഥകള്, കുറച്ചുകൂടി ഒരാൾ ഉയർന്നു കഴിഞ്ഞാൽ കഥകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള മഹാഭാരതം. ഒരു സ്റ്റെപ്പ് കൂടി കേറാൻ പറ്റിയാൽ 24,000 ശ്ലോകങ്ങളുള്ള രാമായണം. അവിടെ ഉപദേശങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്, കഥകളില്ല. എന്താ കഥകളില്ലാതെയാവാൻ കാരണം? കഥകൾ കേൾക്കേണ്ട ലെവല് കഴിഞ്ഞു. ഉയരത്തിലേക്ക് പോയി. അവിടെ നിന്നില്ല. ഇനിയും പഠിക്കണമെന്ന് തോന്നിയെന്ന് വിചാരിക്കുക. അപ്പൊ 4ാമത്തെ ലെവല് വേദത്തിന്റെ ലെവല്. അപ്പൊ പുരാണം, മഹാഭാരതം, രാമായണം, അതിന്റെ മുകളിൽ വേദത്തിന്റെ ലെവല്. ബുദ്ധിമുട്ട. പക്ഷെ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വേദത്തിന്റെ ലെവലിലേക്ക് ഉയരണം. 5 വേദങ്ങളും അവിടെയുണ്ട്. ഈ അമ്പലത്തിന്റെ പ്രസിഡന്റ് എന്റെ ഇടത് സൈഡിലിരിക്കുന്നു. കർമ്മയോഗികളായിട്ടുള്ള യുവാക്കള് ഇവിടെ ഉണ്ട്. സ്വാഗതം പറഞ്ഞപ്പോ ഒരു വരി അദ്ദേഹം പറയുകയുണ്ടായി. ഈ ഗ്രാമത്തെ അടിമുടി ഉത്സവലഹരിയിലാക്കിക്കൊണ്ട് ഒരാഴ്ച ഈ അമ്പലത്തിനെതിരെ ആക്രമം നടന്നിട്ടും ഒരാഴ്ച നമ്മൾ ഈ ഭാഗവതത്തിന്റെ ലഹരിയില് പലതരത്തിലുള്ള ഭജനകള്, പ്രഭാഷണങ്ങള്, സന്ദേശങ്ങള് കൊടുത്തുകൊണ്ട് ഈ ക്ഷേത്രം ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ചുകൊണ്ടാണ് ഭാഗവത സപ്താഹം നടത്തിയത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് ഉൾപ്പെടെ എനിക്കൊരാഗ്രഹമുള്ളത്, 5 വേദങ്ങളും അവിടെയുണ്ട്. അതിലേതെങ്കിലും വേദങ്ങളോ അതൊരു1000 കോപ്പി ഈ അമ്പലത്തിന്റെ പേരില് തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടർ സെന്ററിൽ പോയി എടുത്ത് ഈ ഭാഗവത സപ്താഹത്തിന് സഹായിച്ചവർക്ക് വേദം പ്രസാദമായിട്ട് കൊടുക്കണം. ഈ അമ്പലത്തിന്റെ പേരിൽ സ്റ്റിക്കർ അടിച്ച് പ്രസാദമായിട്ട് കൊടുക്കണം. അപ്പോ വേദം പ്രസാദമായിട്ട് കൊടുത്ത അമ്പലം അതെല്ലാവർക്കും കൊടുക്കണം. ഉമ്മൻചാണ്ടിക്കും കൊടുക്കണം, കുഞ്ഞാലിക്കുട്ടിക്കും കൊടുക്കണം, അബ്ദുൾ റബ്ബിനും കൊടുക്കണം. നമ്മുടെ ഇവിടത്തെ ക്രിസ്ത്യൻ പാതിരിയെ സ്വീകരിക്കാൻ പോയ, കർദിനാളിനെ സ്വീകരിക്കാൻ അധ്യക്ഷം വഹിച്ച പിണറായി വിജയനും കൊടുക്കണം. ആ ഏത് നാവുകൊണ്ടാണോ ശ്രീ രവിശങ്കറെ അവഹേളിച്ചത്, എന്നിട്ട് പിണറായി വിജയന് സ്വീകരണം കൊടുത്തത്, ആ അച്യുതാനന്ദനും പിണറായി വിജയനും വേദം കൊടുക്കണം. കാരണം അവര് മാറാതെ നിവൃത്തിയില്ലാത്ത ലെവലിലായി ഇപ്പൊ ഇരിക്കുന്നേ. മാറിയേ മതിയാവും. എല്ലാവർക്കും കൊടുക്കണം. ജാതിയോ മതമോ ഈസമോ രാഷ്ട്രീയമോ നോക്കാതെ ഈ അമ്പലത്തിന്റെ ആവശ്യത്തിന് സംഭാവന പിരിക്കുകയും വേണം, ഒരു വേദം കൊടുക്കുകയും വേണം. ഞങ്ങൾ നിലയ്ക്കൽ പള്ളിയിൽ ക്ലാസ് എടുക്കാൻ ഞാൻ പോയിരുന്നു. ഏതാണ്ട് 4-5 മണിക്കൂർ 10-200 അച്ഛന്മാരുണ്ടായിരുന്നു. പള്ളിയിൽ അച്ഛന്മാര്, കന്യകാ സ്ത്രീകളും ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും കൊണ്ട് വേദം എടുപ്പിച്ചു. എല്ലാവരെയും കൊണ്ട് വേദം എടുപ്പിച്ചു കേൾക്കണമെന്ന് പറഞ്ഞ്. അവർ സന്തോഷത്തോടുകൂടി എടുക്കുകയും ചെയ്തു കേട്ടോ. സന്തോഷത്തോടുകൂടി എടുക്കുകയും ചെയ്തു എല്ലാവരും. പല ബിഷപ്പുമാരും 5 വേദവും വേണമെന്ന് പറഞ്ഞു. ഋഗ്വേദം, കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പൊ നിങ്ങൾ കൊടുത്താൽ അവരെടുക്കും. ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും കേൾക്കണം. ഞാൻ കുറച്ചു മുമ്പ് ആചാരത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? മനസ്സിനെ സ്വാധീനിക്കുന്ന ആചാരങ്ങള്, ശരീരത്തിനെ സ്വാധീനിക്കുന്ന ആചാരങ്ങള്, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങള്, സമൂഹ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങള്, രാഷ്ട്രത്തിന്റെ ഐക്യം ദൃഢമാക്കുന്ന ആചാരങ്ങള് എന്ന രീതിയിൽ പഠിക്കണം. എന്നിട്ട്
നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പുരാണങ്ങള്, കഥകൾ, അനുഭവങ്ങൾ, സന്ദേശങ്ങൾ, അതിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മഹാഭാരതം, അനുഭവങ്ങൾ, സന്ദേശങ്ങൾ, അതിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രാമായണം, സന്ദേശങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന വേദം, പരമമായ തത്വം പറഞ്ഞു കൊടുക്കുന്ന ഉപനിഷത്ത്. വിഷമമൊന്നുമില്ല. ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിലും ഒന്ന് തന്നെ റിക്കളക്ട് ചെയ്താൽ, ഇത്ര എളുപ്പമാണോ ഹിന്ദുധർമ്മം പഠിക്കാൻ? ഇത്ര എളുപ്പമാണോ നിങ്ങൾക്ക് തോന്നും? അത്ര എളുപ്പ. ഞാൻ എളുപ്പമാണെന്ന് പറയുമ്പോ സാറ് പഠിച്ചതുകൊണ്ട് പറയുകയാണെന്ന് ധരിക്കല്ലേ. വളരെ വളരെ ലോവർ പ്രൈമറിയിലുള്ള വ്യക്തികൾക്ക് പറഞ്ഞുകൊടുത്താൽ പോലും മനസ്സിലാകുന്ന ലെവലാണ് അത്. ആചാരങ്ങള് ഹിന്ദി ചെയ്തു, എന്നിട്ട് ഗ്രന്ഥങ്ങൾ ഹിന്ദി ചെയ്തു. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഭാരതീയ ഈശ്വര സങ്കല്പം, അതിന്റെ ശാസ്ത്രം. അതിലേറ്റവും ലോവർ ലെവലിലിരിക്കുന്നത് ക്ഷേത്രങ്ങളാ. സാധാരണക്കാർക്ക് അത്യാവശ്യമായിട്ടുള്ളതാ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പോകുമ്പോ 5 ശുദ്ധിയാ വേണ്ടത്. അമ്പലത്തിലേക്ക് ഏത് ക്രിസ്ത്യാനിക്കും, ഏത് മുസൽമാനും, ഏത് നിരീശ്വരവാദിക്കും, ഏത് യുക്തിവാദിക്കും വരണം, വരുത്തണം. പക്ഷെ കണ്ടീഷൻ ശരീരം ശുദ്ധമായിരിക്കണം. അത് പ്യുവർ സയൻസാ. ശരീരം ശുദ്ധമായിരിക്കണം എന്നുള്ളത് പ്യുവർ സയൻസ്. മനസ്സ് ശുദ്ധമായിരിക്കണം. എന്താ ഈ മനസ്സ് ശുദ്ധമായിരിക്കാന്ന് പറഞ്ഞാൽ? അസൂയ, കുശുംബ, കുനിഷ്ഠ, ഭയം, അഹങ്കാരം, ദേഷ്യ, പക, വിദ്വേഷം, കുന്നായ്മ, തുടക്കാലുവാരല്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അസൂയ, കുശുംബ, വാശി, പക, വിദ്വേഷം തുടങ്ങിയത് കഴിയുന്നത്രയും കുറയ്ക്കണം. എന്നിട്ട് സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, സംതൃപ്തി, ഇത് കഴിയുന്നത്രയും കൂട്ടണം. അപ്പൊ അമ്പലത്തിൽ പോകാൻ ശരീരം ശുദ്ധമായിരിക്കണം, മനസ്സില് നന്മകൾ ഉണ്ടാവണം, കഴിക്കുന്ന ആഹാരം 100% സസ്യാഹാരമായിരിക്കണം. പ്യുവർ സയൻസാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ ഒരിക്കൽ ഭാഗ്യം കിട്ടി. ഓക്സ്ഫോർഡിൽ ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടി. അമേരിക്കയിലെ 17 യൂണിവേഴ്സിറ്റികളിൽ, അമേരിക്കയിലെയും കാനഡയിലെയും ക്ലാസ് എടുത്തപ്പോഴെല്ലാം അവിടുത്തെ വിദ്യാർത്ഥികൾ മറ്റുള്ളവരോട് നിങ്ങൾ സസ്യാഹാരത്തിലേക്ക് വരണം എന്നാ പറയാ. ഗിവ് അപ്പ് ദ ബീഫ്, ഗിവ് അപ്പ് ദ നോൺ വെജിറ്റേറിയൻ, ഗിവ് അപ്പ് ഈറ്റിംഗ് ഡെഡ് ബോഡീസ്. ശവശരീരം തിന്നുന്നത് ഒഴിവാക്കാം. ചോരയും മാംസവും കൊണ്ട്, ജന്തുക്കളുടെ ചോരയും മാംസവും കൊണ്ട് നിങ്ങളുടെ ശരീരം വളർത്തരുത്. മദ്യം ഒഴിവാക്കാം, ആവശ്യമില്ലാത്ത മരുന്നുകൾ ഒഴിവാക്കാം. ആഹാരശുദ്ധി. അപ്പൊ അമ്പലത്തിൽ പോകാൻ ശരീരം ശുദ്ധമായിരിക്കണം, പ്യുവർ സയൻസ്. അതുപോലെ മനസ്സ് ശുദ്ധമായിരിക്കണം, പ്യുവർ സയൻസ്. ആഹാരം ശുദ്ധമായിരിക്കണം, പ്യുവർ സയൻസ്. ഉപയോഗിക്കുന്ന വാക്കുകള്, വാക്ശുദ്ധി, അത് നന്മ നിറഞ്ഞതായിരിക്കണം, പ്യുവർ മാനേജ്മെന്റ് സയൻസ്. പിന്നെ കർമ്മശുദ്ധി, ചെയ്യുന്ന പ്രവർത്തികള് നന്മ നിറഞ്ഞതായിരിക്കണം. ഇതിനേക്കാളും വലിയൊരു സയൻസ് എവിടെയല്ലേ? ഒരമ്പലത്തിലേക്ക് പോകുന്ന വിധത്തില് ഞാനും നിങ്ങളും ജീവിതത്തിൽ ജീവിക്കാൻ മുമ്പോട്ട് പോയാൽ രോഗമെന്നുള്ളത് വരില്ല. ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി, ആഹാരശുദ്ധി. 5 ശുദ്ധി അമ്പലത്തിലേക്ക് പോകാൻ. അതിനുശേഷം ആ 5 ശുദ്ധിയോടുകൂടി നിങ്ങൾ ജീവിതം നയിച്ചാൽ ശരിക്കും അമ്പലത്തിൻ്റെതായിട്ടുള്ള ചൈതന്യമായി. ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും പോകണം. അമ്പലത്തിൽ പോകുമ്പോ ഡീപ്പ് റെഡ്, ഡീപ്പ് ബ്ലൂ, ഡീപ്പ് ഗ്രീൻ 3 നിറത്തിലുള്ള